മരുമകന്റെ ആക്രമണത്തിൽ ഭാര്യാമാതാവിനും മകൾക്കും പരിക്കേറ്റു. ആലുവ പൈപ്പ് ലൈൻ റോഡിൽ താമസിക്കും കല്ലുവെട്ടിപ്പറമ്പിൽ ഖദീജ എന്ന സ്ത്രീക്കും ഇവരുടെ ഇളയ മകൾക്കുമാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഖദീജയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവായ രാജീവ് എന്നയാൾ വീടിൻ്റെ ഓട് ഇളക്കി അകത്ത് കയറി ഭാര്യയുടെ ഇളയ സഹോദരിയെ ആക്രമിച്ചത്. മകളുടെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ ഖദീജയെ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയും കൈക്കും കാലിനും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഖദീജയുടെ ഇളയ മകളുടെ മൂക്കിന്റെ എല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഉറക്കമായിരുന്നു, ഞങ്ങളെ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ മോളുടെ സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ലൈറ്റിട്ട് നോക്കുമ്പോൾ എൻ്റെ മോളെ കയറി പിടിച്ചേക്കണേന്ന് കാണുന്നു. 2 കയ്യിലും കൂടി അവരിങ്ങനെ കയറി പിടിച്ചേക്കുന്നു രാജീവ്. ഞാൻ പേടിച്ചു. ഞാൻ പറയാം, എൻ്റെ മോളെ വിടുന്നു ഞാൻ പറഞ്ഞു. ഇവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ ലൈഫ് കളഞ്ഞിട്ട് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയാം, എൻ്റെ മോളെ വിടുന്നു പറഞ്ഞാൽ അവൻ്റെ കൈമ കയറി പിടിച്ചപ്പോഴത്തേക്ക് അവൻ വേഗം എൻ്റെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ച്. ഞാൻ വേഗം പിടിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. മുടിക്കുറ്റിനെ പിടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് വെച്ചാണ് എൻ്റെ തലക്കടിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഒരു കണക്കിന് ഞാൻ വിട്ടു. അപ്പോഴത്തേക്ക് ഉമ്മച്ചി വന്ന്, എൻ്റെ ഉമ്മച്ചിയും വന്ന് കയറി പിടിച്ചു. ഉമ്മച്ചീനെയും അവൻ തല്ലി, എൻ്റെ മോളെയും തല്ലണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നെഞ്ചിന് പിടിച്ച് എൻ്റെ പിടിച്ച് ഇടിച്ച് ഒരൊറ്റ ഇടി തന്നപ്പോൾ ഞാൻ താഴത്തേക്ക് വീണുപോയി. കരച്ചിലാണ്. കരഞ്ഞിട്ട് ഒച്ചയും വരുന്നില്ല. നമുക്ക് ആ സമയത്ത് ആരെയും വിളിക്കാനും പറ്റില്ലല്ലോ. ആരെങ്കിലും ഒന്ന് വിളിക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പോഴത്തേക്ക് അവൻ്റെ മുടിയിൽ നിന്ന് ഞാൻ കടിച്ച്, അവൻ്റെ കൈമിട്ട് കടിച്ചിട്ട് ഞാൻ മുടി പിടിപ്പിച്ച് ഞാൻ. അപ്പോൾ ഞാൻ അടുക്കള വശത്തിൻ്റെ വാതിൽ തുറന്നിട്ട് ഞാൻ വെളിയിലേക്ക് ഓടി അയൽപക്കത്തെ വീട്ടിൽ ചെന്നിട്ട് സുബേർക്കാനെ വിളിച്ചു. സുബേർക്ക് പോയി എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ മോനെ? ഇപ്പം പറഞ്ഞ് വേഗം എൻ്റെ ഉമ്മാനെ കൊല്ലണേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ സുബേർക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പുറത്ത് അവരുടെ മോളും ഒക്കെ താമസിക്കുന്നുണ്ട്. വേഗം അവരുടെ മോളും ഭാര്യയൊക്കെ ഇറങ്ങി വന്നിട്ട് എന്തേടിയെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ട് എൻ്റെ തലയെ കൂടെ ചോര ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഈശ്വരീനെ വിളിച്ചു. ഖദീജ ഉടൻ പുറത്തിറങ്ങി അയൽവാസികളെ വിളിച്ചു വരുത്തുകയും പരിക്കേറ്റ ഇരുവരെയും അയൽവാസികൾ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആളുകൾ ഓടിയെത്തിയതോടെ അക്രമി പിന്നിലെ വാതിലിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് നിരന്തരം മകളെ ഉപദ്രവിക്കുന്നതിനാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഖദീജ പറഞ്ഞു. സംഭവത്തിൽ ആലുവ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്രമി കൊണ്ടുവന്ന ചുറ്റികയും കയറും മറ്റു സാധനങ്ങളുമെല്ലാം വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.